Hello everyone, welcome back to the channel. നമ്മൾ S4 ഗ്രാഫ് തിയറിയുടെ സെക്കൻഡ് മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ആണ്. അപ്പോൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് വെയ്റ്റഡ് ഗ്രാഫ്. അപ്പോൾ വെയ്റ്റഡ് ഗ്രാഫ് എന്താണെന്ന് നോക്കാം. വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വരയ്ക്കുന്ന ഗ്രാഫ് പോലെ തന്നെ ബട്ട് അതിൻ്റെ എഡ്ജസിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ അസൈൻ ചെയ്യും, അതായത് വെയിറ്റ് അസൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെ വെയിറ്റും കൂടെ അസൈൻ ചെയ്ത് എഴുതുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്ന ആ മാത്തമാറ്റിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. വെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഡിസ്റ്റൻസ് ആവാം, അതല്ലെങ്കിൽ കോസ്റ്റ് ആവാം, ടൈം ആവാം, അതല്ലെങ്കിൽ കപ്പാസിറ്റി ആവാം. നമ്മുടെ എന്താണോ പ്രോബ്ലം അതനുസരിച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും അവിടെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ mathematical structure in graph theory consisting of a set of vertices, that is nodes, and edges where each edge is assigned a numerical value called weight, and these weights represents distances, cost, time or capacity, and this helps to find the optimal path. ഇതെന്തിനാണ് ഈ വെയ്റ്റ്സ് നമ്മൾ അസൈൻ ചെയ്യുന്നത്? വെയ്റ്റ്സ് നമ്മൾ അസൈൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ട് ഉള്ള അല്ലെങ്കിൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒപ്റ്റിമൽ പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിസ്റ്റൻസസിന്റെ കേസിലാണെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടെത്തുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ ഈ വാല്യൂസ് അസൈൻ ചെയ്തേക്കുന്ന വഴിയാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ വാല്യൂ എപ്പോഴാണോ കിട്ടുന്നത് ആ ഒരു പാത്ത് കണ്ടുപിടിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ വാല്യൂ എപ്പോഴാണോ കിട്ടുന്നത് ആ പാത്ത് നമ്മൾ ചൂസ് ചെയ്യും. ഇപ്പോൾ കോസ്റ്റ് ആണെങ്കിൽ മിനിമം കോസ്റ്റ് ഏതാണോ ഓരോ എഡ്ജിനും നമ്മൾ ഓരോ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏറ്റവും മിനിമം കോസ്റ്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ അസൈൻ ചെയ്ത് കൊടുത്തിരുന്ന വാല്യൂസിൻ്റെ ഒക്കെ സം വെച്ച് നോക്കിയിട്ട് ലാസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഒപ്റ്റിമൽ പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ വെയിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒപ്റ്റിമൽ പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. V1, V2, V3, V4 ഇതൊരു ഗ്രാഫാണ്, ഒപ്പം വെയ്റ്റഡ് ഗ്രാഫാണ്. ഓക്കെ, ഓരോ എഡ്ജിനും നമ്മൾ ഓരോ വാല്യൂസ് ഒരു ന്യൂമറിക്കൽ വാല്യൂസ് വെച്ച് അസൈൻ ചെയ്തിട്ടുണ്ട്. V1, V2 എന്ന് പറഞ്ഞ എഡ്ജിന് നമ്മൾ 2 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തേക്കുവാണ്. ദെൻ V2, V4 എന്ന് പറഞ്ഞത് 5 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തേക്കുവാണ്. V3, V4 നമ്മൾ 3 കൊടുത്തിരിക്കുകയാണ്. ദെൻ V3, V2ന് 6 ആണ് കൊടുത്തിരിക്കുന്നത്. V1, V3ക്ക് 1 കൊടുത്തേക്കുവാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ന്യൂമറിക്കൽ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാം. അതാണ് വെയ്റ്റഡ് ഗ്രാഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡയറക്റ്റഡ് വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു വെയ്റ്റഡ് ഗ്രാഫ് എന്താന്ന് പറഞ്ഞു, ജസ്റ്റ് ഓരോ എഡ്ജസിനും ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ഡയറക്റ്റഡ് വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പാത്ത് ചൂസ് ചെയ്യുന്നതിനും ഇന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ഓരോ ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ ഇതിനകത്ത് ഇതിപ്പോ വെയ്റ്റഡ് ഗ്രാഫാണ്. ഇത് ഡയറക്റ്റഡ് വെയ്റ്റഡ് ഗ്രാഫ് ആവുന്നത് എപ്പോഴാണ്? നമ്മളിങ്ങനെ ആരോ മാർക്ക് കൊടുക്കുക, അതായത് ഓരോ എഡ്ജിനെയും ആ പാത്തിന്റെ ആ ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഓരോ ആരോ മാർക്ക് കൊടുത്തിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് അത് ഡയറക്റ്റഡ് ഗ്രാഫായി മാറുന്നത്, വെയ്റ്റഡ് ഗ്രാഫായിട്ട് മാറുന്നത്. ഇപ്പൊ ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഡയറക്ഷൻ കാണിക്കുകയും കൂടെ ചെയ്യുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റഡ് വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, അതായത് TSP എന്ന് പറയും. അപ്പൊ ഇതൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്ന ഒരു പ്രോബ്ലം ആണ്. അതായത് ഈ പ്രോബ്ലത്തിൽ നമുക്കൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പ്രോബ്ലം ഇതാണ്. ഒരു സെയിൽസ്മാൻ കുറച്ച് നമ്പർ ഓഫ് സിറ്റീസ് ഉണ്ട് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് സിറ്റി ഒരു സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ സിറ്റീസിലും എക്സാക്ട്ലി വൺസ് കവർ ചെയ്ത് തിരിച്ച് സ്റ്റാർട്ടിങ് സിറ്റിയിൽ തന്നെ തിരിച്ചെത്തുക. ഓക്കെ, ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ തന്നെ തിരിച്ചെത്തുക. അറ്റ് ദ സെയിം ടൈം എല്ലാ സിറ്റീസിലൂടെ വൺസ് പാസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതിനകത്തെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് പറയാം. The problem is, suppose a salesman wants to visit a certain number of cities allotted to him. He knows the distance of the journey between each pair of cities. His problem is to select a route. He starts from his home city, passes through each city exactly once, and return to his home city.
the shortest possible distance. So in this problem നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഓരോ സിറ്റിയെയും നമ്മൾ വേർട്ടിസസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ റോഡ് കണക്ടിങ് ടു ഈച്ച് സിറ്റി യു വിൽ കൺസിഡർ ഇറ്റ് ആസ് എഡ്ജസ്. ഓക്കെ, പെയർ ഓഫ് സിറ്റീസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ആ റോഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? എഡ്ജസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈച്ച് എഡ്ജ് ഈസ് അസൈൻഡ് എ വെയിറ്റ് Wij represents the length of the road between the cities. ഈ സിറ്റീസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മളൊരു വെയിറ്റ് വെച്ച് അസൈൻ ചെയ്യും. ഒരു വെയിറ്റ് Wij എന്ന് പറഞ്ഞ ഒരു വെയിറ്റ് വെച്ചിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നു. ആൻഡ് ദ പ്രോബ്ലം ഈസ് ടു ഫൈൻഡ് ദ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഓഫ് മിനിമം ലെങ്ത് ഉള്ള ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് ഈ പ്രോബ്ലം. ഓക്കെ, സോ കൺസിഡർ ദ ഗ്രാഫ് G വിത്ത് n വെർട്ടിസസ് ആൻഡ് Wij വിത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സിറ്റീസ് I ആൻഡ് J. ഇപ്പോൾ നമ്മൾ രണ്ട് സിറ്റീസ് സെലക്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഇപ്പോൾ A എന്നുള്ളൊരു സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സിറ്റി അടുത്ത സിറ്റിയായ ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വെയിറ്റ് വാല്യൂ Wij എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ട് അസൈൻ ചെയ്യും. ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര മീറ്റർ ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ആ വാല്യൂ അസൈൻ ചെയ്യും. എന്നിട്ട് ഓരോ സിറ്റീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതുപോലെ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. കൺസിഡർ എ ഗ്രാഫ് G വിത്ത് n വെർട്ടിസസ് ആൻഡ് Wij ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സിറ്റീസ് I ആൻഡ് J. ഇനി നമ്മുടെ ഗ്രാഫിൽ n വെർട്ടിസസ് ഉണ്ടെങ്കിൽ അതിനകത്ത് n-1 ഫാക്ടോറിയൽ എഡ്ജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞത് ഇറ്റ് വിൽ ബി n-1 ഫാക്ടോറിയൽ ബൈ 2 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നത് നിയറസ്റ്റ് നൈബർ മെത്തേഡ് എന്നുള്ള രീതി ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ വെർട്ടെക്സ്, ആർബിട്രറി വെർട്ടെക്സ് U എന്നുള്ള ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യും. അത് കഴിഞ്ഞ് അതിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള വേറൊരു വെർട്ടെക്സ് V കൺസിഡർ ചെയ്യും. സച്ച് ദാറ്റ് UV എന്ന് പറഞ്ഞാൽ നമുക്കൊരു എഡ്ജ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതായത് ഇനിഷ്യൽ പാത്ത്, ഒരു എഡ്ജ്, ഫസ്റ്റത്തെ ഒരു ഇനിഷ്യൽ എഡ്ജ് ഫോം ചെയ്യുന്ന രീതിയിൽ ഒരു യുവും വിയും നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ വി സെലക്ട് എ ന്യൂ വെർട്ടെക്സ്. അത് കഴിഞ്ഞ് പുതിയൊരു വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ വെർട്ടെക്സ് V. അപ്പോൾ U സെലക്ട് ചെയ്തു, V സെലക്ട് ചെയ്തു, വിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വേറൊരു വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ടു ഫോം എ ന്യൂ പാത്ത്, പുതിയൊരു പാത്ത് ഫോം ചെയ്യുന്ന രീതിയിൽ പുതിയൊരു എഡ്ജ് നമ്മൾ കണക്ട് ചെയ്യുന്ന രീതിയിൽ വിയിൽ നിന്നും പുതിയൊരു എഡ്ജ് കണക്ട് ചെയ്യുന്ന രീതിയിൽ പുതിയൊരു വെർട്ടെക്സ് കൂടെ കൺസിഡർ ചെയ്യുന്നു. ഇനി ഈ പ്രോസസ്സർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും until we get a path that contains all the vertices of the graph exactly once. അപ്പോൾ നമ്മളിത് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് തൊട്ടടുത്ത പുതിയൊരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യും. കാരണം അതിന് തൊട്ട് മുന്നത്തെ ഇപ്പൊ കണ്ടുപിടിച്ചതും തമ്മിൽ ഒരു എഡ്ജ് ഫോം ചെയ്യുന്ന രീതിയിൽ ഒരു വെർട്ടെക്സ് ഇങ്ങനെ പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെ ചെയ്യും? അതായത് ഗ്രാഫിനകത്തെ എല്ലാ വെർട്ടിസസും ഉൾപ്പെടുന്ന രീതിയിൽ ഒരു പാത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതി വരെ കണ്ടുപിടിക്കുന്നത് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. കണക്ട് ദ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആൻഡ് ലാസ്റ്റ് വെർട്ടെക്സ് ബൈ ആൻ എഡ്ജ് ടു ഫോം എ സർക്യൂട്ട്. ലാസ്റ്റ് നമ്മൾ എത്തി നിൽക്കുന്ന വെർട്ടെക്സും ഫസ്റ്റത്തെ വെർട്ടെക്സ് ആയ യുവും തമ്മിൽ വീണ്ടും കണക്ട് ചെയ്യും. എന്നാൽ അത് ക്ലോസ്ഡ് ആവുന്നു അല്ലെങ്കിൽ സർക്യൂട്ട് ആവുന്നു. ആൻഡ് ദിസ് വിൽ ബി ദ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഈ കിട്ടിയ ഒരു സർക്യൂട്ട് എന്തായിരിക്കും? ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ആയിരിക്കും. ഇനി അപ്പോൾ നമുക്ക് സർക്യൂട്ട് കണ്ടുപിടിച്ചു. ആ സർക്യൂട്ടിൽ അസൈൻ ചെയ്തേക്കുന്ന വെയിറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, ഓരോ എഡ്ജസും അസൈൻ ചെയ്ത് വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് മിനിമം ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ട മിനിമം ഡിസ്റ്റൻസ് എത്രയാണോ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിയറസ്റ്റ് നൈബർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയറസ്റ്റ് നൈബർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഓക്കെ.